ഓൾറെഡി ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ നേരിടണം. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരും ഈ ഭൂമിയിലില്ല. എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ, എനിക്കായാലും നിങ്ങൾക്കായാലും ഒക്കെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. കാരണം ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം, 5 പ്രാവശ്യം ഒന്നും ചെയ്താലൊന്നും ഇത് പഠിയില്ല. Shaw Exports Academy. Future fashion starts here. ഹലോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബീനക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പൊ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പെരുന്നാളായതുകൊണ്ട് അതിന്റെ ഓരോ തിരക്കിലായി. പിന്നെ അതിന്റെ മുമ്പത്തെ ദിവസമൊക്കെ എന്താ വെച്ചാല് നമ്മള് കമ്പനിയിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു, കുറെ വർക്കുകളൊക്കെ തീർക്കാണ്ടായിരുന്നു. ഞാൻ വെറും ട്രെയിനിങ് മാത്രമല്ല ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഫാക്ടറി മാനേജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെറും ക്ലാസ് അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ ഇത്രയും കാലം ജോബ് ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ക്ലിയർ ആയിട്ടും വളരെ നല്ല രീതിയിലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. കാരണം ഞാൻ ട്രെയിനിങ് മാത്രമല്ല നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ നേരിടണം. പക്ഷെ നിങ്ങൾ വേണ്ടത് എന്താന്ന് വെച്ചാല് വളരെ നല്ല മൈൻഡോട് കൂടി കേൾക്കണം. ഒരു സൈലന്റ് ആയ സ്ഥലത്ത് ഇരിക്കണം. നല്ലൊരു സ്ഥലം നോക്കിയിരിക്കുക. മനസ്സൊന്ന് ശാന്തമാക്കുക. മനസ്സിലുള്ള ടെൻഷന് കാര്യങ്ങളൊക്കെ, ബുദ്ധിമുട്ടും പ്രയാസമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പൊ ബുദ്ധിമുട്ട് പ്രയാസമൊന്നും ഈ സമയത്ത് നിങ്ങൾ അതിന് എടുക്കാതെ നിങ്ങൾ ഒരു പഠിക്കുകയാണ്, ഒരു ജോബ് പഠിക്കല്ലേ. അപ്പൊ ആ ഒരു മൈൻഡോടെ ഇരിക്കുക. എല്ലാ പ്രശ്നങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് തീർക്കാൻ പറ്റും. കാരണം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരും ഈ ഭൂമിയിലില്ല. എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ, എനിക്കായാലും നിങ്ങൾക്കായാലും ഒക്കെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ 100% ഇല്ലാതാവും. നമ്മള് നല്ല കോൺഫിഡന്റിലും നല്ല ഒരു മൈൻഡോട് കൂടിയിട്ട് ഇരിക്കുക. ഈ പെരുന്നാൾ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മളെ കുടുംബത്തിൽ ആരോടെങ്കിലും അയൽവാസികളോടോ സുഹൃത്തുക്കളോടോ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഈ പഠിക്കുന്ന ഒന്നും തലയിൽ കയറില്ല. കാരണം നമ്മളെ മൈൻഡ് നല്ല ഫ്രീ ആയി നിൽക്കണം. സൈലന്റ്, നമ്മളെല്ലാവരോടും പുഞ്ചിരിച്ച് നല്ല സ്നേഹത്തോടു കൂടി പെരുമാറാം. മനസ്സിലൊരു വെറുപ്പ്, ഒരാളോട് ഒരു വൈരാഗ്യമോ ഒരു വെറുപ്പോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും മനുഷ്യന്മാരിൽ ഉണ്ടായിരിക്കും. നമുക്ക് ഒരുപാട് റീസൺ, നമ്മളെ മൈൻഡ് റീസൺ തരും. അവൻ അങ്ങനല്ല, അവനോട് അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അവന്റെ അങ്ങനല്ല, ഇങ്ങനല്ല, അങ്ങനെ ഒരുപാട് റീസൺ നമുക്ക് തന്നുകൊണ്ടിരിക്കും ബ്രെയിൻ. പക്ഷെ അതിനൊക്കെ മറികടന്ന് ആ തരുന്ന ചിന്തനോട് പോടാ എന്ന് പറയാൻ പറ്റണം. പോടാ, ആ ചിന്ത വരുമ്പോഴേക്ക് പോടാ എന്ന് പറഞ്ഞ് ആട്ടി പറഞ്ഞയച്ചുകൊണ്ട് നല്ല ഒരു മൈൻഡോട്, പുഞ്ചിരിയോട് കൂടിയിട്ട് നിങ്ങൾ ഇരിക്കണം. ഇതൊരു വലിയൊരു സംഭവമാണ്. ഇത് പഠിച്ചെടുത്താൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഒരു പ്രയാസം, ഫിനാൻസ് പരമായിട്ടൊരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച വീനക്കാണ്, അതായത് സിമ്പിൾ വീനക്കാട്ടോ. നോർമൽ, ഇതിൽ പല മോഡലും നിങ്ങൾ കാണിച്ചു തരാണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് സിമ്പിൾ ആയിട്ടുള്ള ഒരു വീനക്കാണ് കാണിച്ചത്. അത് നിങ്ങൾ ചെയ്തോ? ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മിനിമം ഒരു 10 പീസെങ്കിലും വീട്ടിൽ ചെയ്തിരിക്കണം. 10 പീസ് മിനിമം വീട്ടിൽ നിങ്ങൾ ചെയ്തിരിക്കണം. എന്നാലേ നിങ്ങൾക്കത് പെട്ടെന്ന് പഠിയുള്ളൂ. കാരണം ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം, 5 പ്രാവശ്യം ഒന്നും ചെയ്താലൊന്നും ഇത് പഠിയില്ല. ഇത് നമ്മളെ പ്രാക്ടീസിലൂടെ പഠിക്കേണ്ട സംഗതി. ഞാൻ ഇവിടുന്ന് ടീച്ചിങ് തന്നത് കൊണ്ടൊന്നും നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് വീട്ടിൽ നിന്ന് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട, വളരെ ഈ വർക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. അത് ഏതാന്ന് വെച്ചാൽ, ഇതാ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ്, ഒരു ലേഡീസിന്റെ വെസ്റ്റേൺ ടോപ്പാണ് ഇതൊക്കെ. ഞാനിതേ എന്റെ കമ്പനിയിൽ ഇത് മാത്രമല്ല, കിഡ്സിന്റെ, ന്യൂ ബോണിന്റെ, ലേഡീസിന്റെ, ജെന്റ്സിന്റെ ഡെനിം പാന്റ്, ജീൻസ് പാന്റ് എല്ലാം ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ്. ഇതിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്, ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എനിക്ക് കാണിച്ചു തരാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും. ഒറ്റയടിക്ക് എല്ലാം കൂടി പറ്റില്ല കേട്ടോ. ഇത് നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് എനിക്ക് നിങ്ങൾ കമന്റ് അയക്കണം. ഞാൻ ഇത് പഠിച്ചു, ചെയ്തു. എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ആ ഫാൾട്ട് നിങ്ങൾ തന്നെ നോക്കണം. നിങ്ങളെ തന്നെ നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് മാത്രം നിങ്ങൾ അടുത്ത പാർട്ടിലേക്ക് പോകാൻ പാടുള്ളൂ. ഈ ചൈനീസ് നെക്ക് ഇതാ ഞാൻ ഇട്ടിരിക്കുന്ന കോളർ ഷർട്ട്, ഇത് നമ്മള് ഈ ചൈനീസ് നെക്ക് അതാ
ഇങ്ങനത്തെ മോഡൽ. അതേമാതിരി ഇതും അത് തന്നെയാണ്, നമ്മളവിടെ കമ്പനിയിൽ സ്റ്റിച്ച് ചെയ്ത സാധനമാണ്. അതേമാതിരി ഇത് കയ്യിനൊക്കെ ഫ്രീലുള്ള ഒരു വെസ്റ്റേൺ മോഡൽ ഷോർട്ട് ടോപ്പാണ്. എല്ലാവരും ഇത് പഠിച്ചിരിക്കണം, ചെയ്തിരിക്കണം, റിപ്പീറ്റ് ചെയ്തിരിക്കണം, എന്നാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പൊ ചൈനീസ് പാർട്ടില് ഈ ക്യാൻവാസ് ആണിത്. ഇത് മൈക്രോഡോട്ട് ആണ്. ഇതല്ല വേണ്ട കേട്ടോ, മൈക്രോഡോട്ട് എടുക്കാൻ പാടില്ല. നമുക്ക് ക്യാൻവാസ് വേണം, നല്ല ക്യാൻവാസ് നോക്കി, ഓവർ കനം പാടില്ല, ഒരു മീഡിയം ക്യാൻവാസ്. ഇതിപ്പോ നമ്മള് ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ വിഴുത്ത് വേണ്ട അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരും. ഞാൻ ചെറിയ വീതി കുറച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇതാണ് ഇപ്പം ഈ നെക്ക് വരിക. ഓക്കെ, അത് വീതി കുറച്ച് നല്ല ഭംഗിയുണ്ടാവും. വീതി കുറച്ചിടുമ്പോൾ നല്ല രസം. പക്ഷെ വീതി വേണമെങ്കിൽ കൂട്ടി നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചുള്ള വീതി ഇടാൻ പറ്റും. ഇനി ഈ പോയിന്റ് ഇങ്ങനെ നിൽക്കും. ഇത് നമ്മൾ എന്ത് പണിയണം? റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ഇങ്ങനെ വെട്ടണം. ഓക്കെ, റൗണ്ട് ഷേപ്പായി. ഇത് ഈ വെട്ടൽ നല്ല റൗണ്ട് ആവണേ. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് പിന്നെ കുറെ ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ പാടില്ല. ഇതൊരു ഭംഗിയിൽ നിൽക്കണം. ഓക്കെ, ശരിക്കിത് കനമുള്ളത് വേണം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, 2 പീസ് അഥവാ നിങ്ങളെടുത്ത് ഇങ്ങനത്തെ നൈസ് ക്യാൻവാസ് ആണ് ഉള്ളത് എങ്കിൽ, ക്യാൻവാസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ എന്ത് പണിയാണെന്ന് വെച്ചാൽ ഇത് 2 എടുക്കണം. 2 എടുത്തിട്ട് എന്ത് പണിയാ, അത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് 2 നിങ്ങൾ എന്ത് പണിയാ, ഇത് സ്റ്റേപ്ലർ അടിക്കും. ഇങ്ങനെ 2 സ്റ്റേപ്ലർ അടിച്ചു കഴിഞ്ഞാൽ വൃത്തിയാവും. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്യാം, പക്ഷെ നിങ്ങൾ എന്ത് പണിയാ, സ്റ്റേപ്ലർ അടിച്ചിട്ട് ചെയ്താൽ മതി. ഇത് ഒപ്പായിരിക്കണേ, കറക്റ്റാണ്. അതിനാണ് സ്റ്റേപ്ലർ അടിക്കണം എന്ന് പറഞ്ഞത്. പെട്ടെന്ന് ചെയ്യാൻ നോക്കണം. നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വേഗത ഒക്കെ കൂട്ടണം കേട്ടോ. ഇരിക്കുമ്പോൾ തന്നെ ഒരു വെപ്രാളം വേണം. ഈ പണിക്കൊരു വെപ്രാളം ഉണ്ടെങ്കിൽ നമുക്ക് വേഗത കൂടുള്ളൂ. മെല്ലെ പേടിച്ചും ചെയ്യേണ്ട. അഥവാ ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ പേടിക്കൊന്നും വേണ്ട, അത് അടുത്തിൽ നമുക്ക് ശരിയാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നെക്ക്, ചൈനീസ് നെക്ക് തുണിയിൽ നമ്മൾ പ്രസ് ചെയ്തു. അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അയൺ ചെയ്യുമ്പോൾ ഇങ്ങനെ അയൺ ബോക്സ് വെച്ച് ഇങ്ങനെ കൂടുതൽ ഉന്താൻ പാടില്ല കേട്ടോ. അയൺ ബോക്സ് ഇങ്ങനെ വെച്ച് ചൂടാക്കി മെല്ലെ എടുത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ മെല്ലെ ഉണ്ട്. മറ്റത് ഒരു പക്ഷെ ചൂട് കയറി ചുരുങ്ങി പോകും. അതേമാതിരി അയൺ ബോക്സ് വെക്കുമ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒന്ന് ഇങ്ങനെ കയ്യേറ്റൊന്ന് തൊട്ട് നോക്കണം, ഓവർ ചൂടുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പൊ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ നൂല് എങ്ങനെ മാറ്റുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. നൂല് എങ്ങനെ മാറ്റണം എന്നുള്ളത്. ഓക്കെ, നൂലിടൽ നിങ്ങൾക്ക് അറിയില്ലല്ലേ. ഇത് ഇങ്ങനെ ഈ കുറ്റിയിലൊക്കെ ഇങ്ങനെ ഇടണം, പിന്നെ ഇങ്ങനെ ഇടണം, പിന്നെ ഈ സ്പ്രിങ്ങിൽ ഇടണം. സ്പ്രിങ്ങിലൂടെ ടച്ച് ചെയ്ത് ഇങ്ങനെ താഴോട്ട് വരുന്നത്, ഈ ആക്ഷൻ വരുന്നത് ആദ്യം. എന്നിട്ട് ഇതിലേക്ക് ഇടണം. ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് ഇടണം. പോയിന്റ് കൂടി A B C D E F G H H I. ഓക്കെ, J K. ഇത് പോയിന്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നൂലുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ട്. അതൊന്നും ഓവർ തിരിക്കരുത്. ഇതൊരു മിഡിൽ ലെവലിൽ നിർത്തണം. ഒരു ഈ പോയിന്റ് കറക്റ്റ് അല്ലേ നോക്കണം. ഓക്കെ, അടുത്തതായി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ഈ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ചൈനീസിനൊക്കെ ഈ വളഞ്ഞ ഭാഗം എപ്പോഴും മുകൾ ഭാഗമാണ് വരിക, താഴ് ഭാഗം ഈ ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ മടക്കിയെടുക്കുമ്പോൾ ഈ ക്യാൻവാസിനോട് ചാരിയിട്ട് വേണം മടക്കാൻ. ഇങ്ങനെ ഒപ്പം മടക്കണം, നല്ല ടൈറ്റ് ആക്കിയിട്ട് ഒപ്പം മടക്കണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഈ തുണിയുടെ ഈ അറ്റത്ത് തുണി കുറച്ച് നിങ്ങൾ ഈ ക്യാൻവാസ് അയൺ ചെയ്യുമ്പോൾ ഇവിടെ ബാലൻസ് തുണി വേണം, ഈ ഭാഗത്ത് മടക്കിയടിക്കാനുള്ള തുണി വേണം, ഈ ഭാഗത്ത് തുമ്പിട്ടിട്ട് ബാക്കി കട്ട് ചെയ്യാനുള്ള തുണി വേണം. അപ്പോൾ 4 ഭാഗത്തും തുണി നിങ്ങൾ എക്സ്ട്രാ ഇടണം, എന്നാലും ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അടക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ട് വളയാതെ എങ്ങനെ അടിക്കുക എന്നൊക്കെ. നമ്മളെ കമൻറ്റിലൊക്കെ വരുന്നുണ്ട് വളയാതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത്. വളയാതെ സ്റ്റിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, വളയാതെ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ ഇരിക്കുന്നത് കറക്റ്റ് പൊസിഷൻ ആവണം. ഈ കയ്യ് ഈ ടേബിളിൻ്റെ ഇങ്ങനെ നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇരുത്തം വരേണ്ടത്. അപ്പോൾ ഈ കൈ ഇങ്ങനെ ഈസി ആയിട്ട് അയക്കാനും
പിടിക്കാനും നമുക്ക് പറ്റണത്. കൈ ഇങ്ങനെ ഈസി ആയിട്ട് വിടാം. നമ്മൾ താഴ്ന്ന് ഇരിക്കുമ്പോൾ ഇതിങ്ങനെ വിടാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ മെഷീൻ്റെ സ്റ്റാൻഡ് പൊന്തിയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ സ്ക്രൂ ലൂസാക്കി മെഷീൻ താഴ്ത്തണം. അതേമാതിരി സ്റ്റൂള് ചെറുതാവും. സ്റ്റൂള് ചെറുത് പറ്റില്ല, അതിന് ആവറേജ് ലെവലുള്ള ഹൈറ്റ് വേണം. അപ്പോൾ ഹൈറ്റ് ഉള്ള ആൾക്ക് കുറച്ച് ചെറുത് മതി, ഹൈറ്റ് കുറഞ്ഞ ആൾക്ക് കുറച്ച് സീറ്റ് ഹൈറ്റ് കൂട്ടണം. അല്ലെങ്കിൽ നിങ്ങൾ തലേണ എന്തെങ്കിലും വെച്ചുകൊണ്ട് നിങ്ങൾ പിന്നെന്താ പറയുക, നിങ്ങൾ ഹൈറ്റ് സീറ്റിൻ്റെ മെഷീൻ്റെ സ്റ്റൂളിൻ്റെ ഹൈറ്റ് കൂട്ടണം. പ്ലാസ്റ്റിക് ചെയർ ഒന്നും ഇടരുത്. പരമാവധി ഒരു മരത്തിൻ്റെ കുറച്ച് നീളമുള്ള സ്റ്റൂള്, കുറച്ച് ഈ ടേബിളിൻ്റെ ഒക്കെ നീളമുള്ള, മെഷീൻ്റെ ടേബിളിൻ്റെ അത്രയും നീളമുള്ള സ്റ്റൂൾ ഇടായിരിക്കും നല്ലത്. എന്നാൽ രണ്ട് ഭാഗത്തും നിങ്ങളെ പ്രൊഡക്ഷന് രണ്ട് ഭാഗത്തും സൈസാക്കി തിരിച്ച് റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതിന് വേഗതയാണ് വേണ്ടത് നമുക്ക് കേട്ടോ. ഇതിന് പ്രധാനപ്പെട്ട പോലെ. പിന്നെ അതിന് ശേഷം ഈ തുണി ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതിങ്ങനെ കത്തിരിക്ക നല്ല മൂർച്ച വേണേ. കത്തിരി മൂർച്ച നോക്കല് ഈ അറ്റം വരെ കറക്റ്റ് കട്ട് ചെയ്ത് കത്തിരി ഇങ്ങനെ എടുക്കുമ്പോൾ കുടുങ്ങാൻ പാടില്ല. ഇതങ്ങനെ കുടുങ്ങാൻ പാടില്ല, കറക്റ്റ് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റണം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് പണിയാ, ഇങ്ങനെ നമുക്ക് ഇത് എന്തിനാ വെട്ടുന്നത് വെച്ചാൽ നമുക്ക് ഈ ക്യാൻവാസിന്റെ വളവ് തിരിവ് നമുക്ക് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഈ എൻഡ് ഉണ്ടല്ലോ വളവ്, ഇത് കറക്റ്റ് അറിഞ്ഞാലേ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ, നല്ല വൃത്തി ഉണ്ടാവുള്ളൂ. ഈ ചൈനീസ് നെക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര വൃത്തിയിൽ ഇത് കാണണം, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണണം. അപ്പോൾ ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് 2 പീസാക്കി വെക്കാം, അതല്ലെങ്കിൽ ഈ തുണി ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് പണിയുക, അതാ ഇങ്ങനെ അടിക്കാൻ പോകുന്നതാ. ഇത് വെക്കുമ്പോൾ എന്ത് പണിയുക, 2 ഭാഗത്തും കറക്റ്റായിട്ട് നിങ്ങൾ 2 ഭാഗത്തും ഇങ്ങനെ ഒഴിഞ്ഞ് നല്ല കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തണം. തുണി ക്രോസ് ആവാൻ പാടില്ല, തുണി ചുളിയാൻ പാടില്ല, ഒന്നും പാടില്ല. ഇതെങ്ങനെ ഇട്ടിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് ഈ ക്ലോത്തിൻ്റെ ഈ അറ്റത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങണം. ഇവിടെ നല്ല സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് ഈ അറ്റത്ത് തന്നെ തുടങ്ങുന്നത് നല്ലതാണ്. ഇത് ഈ ഭാഗം അടിക്കുമ്പോൾ ഭയങ്കര സ്ലോവിൽ അടിക്കണം. മെഷീന് പിടിച്ചു നിർത്തി ഈ ക്യാൻവാസിന്റെ അറ്റത്ത് കൂടി തന്നെ വരണം. അത് നിങ്ങൾക്ക് പിന്നെ മെല്ലെ അടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അടിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് പിന്നെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഈ ക്യാൻവാസിന്റെ അറ്റത്ത് കൂടി ഇപ്പൊ സ്പീഡിൽ അടിക്കാൻ വളവില്ലാതെ അടിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഈ 2 കൈ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ വളയാതിരിക്കാൻ ചാൻസ്. അതല്ലെങ്കിൽ പിന്നെ വെച്ചിട്ട് ഓരോരുത്തർക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്, അത് ഓരോരുത്തർ ഐഡിയപരമായിട്ട് അങ്ങനെ ചെയ്തോളൂ. ഓക്കെ, ഇതിവിടെ മെല്ലെ അടിക്കണം. പഴയ മെഷീനൊന്നും ക്ലിയർ ആയിട്ട് അടിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുമെന്ന് പൈസ ഉണ്ടാക്കിയിട്ട് നല്ല മെഷീൻ വാങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞത്. നല്ല മെഷീൻ നമുക്ക് ഗവൺമെന്റിനോട് നമ്മൾ ചോദിക്കാം. ഇപ്പൊ പുതിയ ഗവൺമെന്റ് ഒക്കെ വന്നില്ലേ, അപ്പൊ ഗവൺമെന്റിനോടൊക്കെ നമ്മൾ ചോദിച്ചിട്ട് സബ്സിഡിയോട് കൂടിയിട്ട് നമുക്കൊക്കെ മെഷീൻ വാങ്ങണം. നമുക്ക് സതീഷ് ചേട്ടനൊക്കെ ഒന്ന് കണ്ടുകാണ്ടേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മൂപ്പരോട് നമ്മളൊക്കെ എന്താ പറയാ, ഒരു പിന്നെ ഉപജീവന മാർഗത്തിനല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ട്, നമുക്ക് പരിശ്രമിച്ച് നോക്കാം. ഓക്കെ, ഇതാ. അപ്പൊ ഇതിങ്ങനെ വെട്ടി. ഓക്കെ, ഇപ്പൊ ചില ആളുകൾ ഇതൊന്നായിട്ട് ഇങ്ങനെ കുറേ വെട്ടൊക്കെ വെട്ടും. ഹലോ, കുറേ വെട്ടൊക്കെ ഇവിടെ ഇങ്ങനെ വെട്ടും. അതിനൊന്നും ആവശ്യമില്ല. ഫിനിഷിങ് ഒന്നും കൂടി അത്ര ഒന്നും മെനക്കെട്ട്. ഇത് നമ്മൾ വേഗത്തിൽ പെട്ടെന്ന് പരിപാടി. കാരണം നമുക്കിത് പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കി വിൽക്കാനുള്ളതാണ്. അപ്പോൾ സമയം കൂടുതൽ എടുത്താൽ നമുക്ക് കോസ്റ്റ് കൂടും. അപ്പോൾ സമയം അധികം എടുക്കാൻ പാടില്ല, കോസ്റ്റ് കുറക്കണം നമ്മൾ. ഇത് കണ്ടില്ല നിങ്ങൾ, ഇതിനൊരു ഫിനിഷിങ് നോക്കാൻ ഇത് കണ്ടില്ല. അപ്പോൾ ഇത് ഒറ്റ മടക്കി തന്നെ ആ ഫിനിഷിങ് കിട്ടുന്നുണ്ടില്ല നിങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എന്തായാലും ഇതിങ്ങനെ പിരിഞ്ഞ് മേലോട്ട് നിൽക്കും. ഇതിനോട് ടൈറ്റാക്കി ചെയ്യുമ്പോഴേ ഇതിങ്ങനെ ഈ ക്ലോത്ത് പൊന്തി നിൽക്കും, അത് കാണാൻ പാടില്ല. ഈ നെക്ക് മാത്രമേ പുറത്ത് കാണാൻ പാടില്ല. ഇവിടുത്തെ പോലെ കണ്ടില്ല, ഇതുപോലെ നെക്ക് മാത്രമേ പുറത്ത് കാണാൻ പാടുള്ളൂ. ഈ ബാക്കിലെ ക്ലോത്ത് ഇതുപോലെ കാണാൻ പാടില്ല, തെറ്റാണ്. ഇങ്ങനെ കണ്ടാൽ ഫിനിഷിങ് ഇല്ല എന്നുള്ളത് അർത്ഥം. അപ്പൊ അതുകൊണ്ട് അതിനെന്താ ചെയ്ത് മറിച്ച് വെച്ചിട്ട് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് കറക്റ്റ് അല്ലെന്ന് ഉറപ്പുവരുത്തി ചെറുതായിട്ടൊരു നഖം വേണം കേട്ടോ. നമ്മളെ കയ്യിന് വിരലിന് ചെറുതായിട്ടൊരു നഖം ഒരു വിരലിന് വേണം. എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങനെ ഒരതിയിട്ട് ഇങ്ങോട്ട് ഒപ്പാക്കണം. ഇതൊക്കെ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പഠിച്ച മെത്തേഡാണ്. ചൊറിച്ചിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവില്ല, അത് ചൊറിയണത് പോലെ ഈ ക്ലോത്ത് പോലെ ഒന്ന് ചൊറിയ, ഇതെങ്ങനെ ഒന്ന് ചൊറിയ. അപ്പൊ ഈ ക്ലോത്തിനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കണേ. ഓക്കെ, അപ്പൊ അടിപൊളി ഒരു നെക്ക് നോക്കുകയാണെങ്കിൽ എന്താ രസം കാണാൻ. ഇനി ഇതെന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇതാ ഇങ്ങനെ ഈ തുമ്പ് മാത്രമേ, നമ്മൾ അടിക്കുന്ന തുമ്പ് മാത്രമേ ഇതിമ്മ കാണാൻ പാടുള്ളൂ. ഇതുമ്മ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ വിരലും കൊണ്ട് ഇതിങ്ങനെ തള്ളി കൊടുക്കണം. ഏത് ഈ അടിയത്തെ തുണി ഇങ്ങനെ തള്ളി കൊടുക്കണം. ഇതാണ് ആർക്കും ഇത് ഇങ്ങോട്ട് എത്ര ചെയ്താലും
ഇങ്ങോട്ട് മനസ്സിലാവാത്തൊരു സാധനം. ഈ ചൈനീസ് നെക്ക് ഒരുപാട് 99% ആൾക്കും ഇത് അറിയില്ല, ഫിനിഷിങ്ങിൽ അറിയില്ല. ഞാൻ പല ആൾക്കാരും ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പറ്റണില്ല. അപ്പൊ ഇത് ഒന്ന് ഈ തുമ്പ് ഓവറാൻ പാടില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട സംഭവം എല്ലാം പ്രധാനപ്പെട്ടാണെങ്കിൽ ഈ തുമ്പ് ഓവറാവാതെ അടിക്കണം. ഇതാണ് ഈ ചൈനീസ് നെക്കിന്റെ കാര്യം. ഓക്കെ, എന്നിട്ട് ഈ തുമ്പ് എന്ത് പണിയാ, ഈ തുമ്പ് കറക്റ്റ് ഇട്ടുകൊണ്ട് വേണം നമുക്ക് ബോഡിയിൽ കൂട്ടാൻ. ഇത് ഞാനേ നാളെ നിങ്ങൾക്ക് ബോഡിയിൽ കൂട്ടി കാണിച്ചു തരാം. അപ്പൊ ഈ ചൈനീസ് നെക്കായി കണ്ട, ഇതാണ് ചൈനീസ് നെക്ക്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇത് നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിലൊരു ടക്ക് ഇടണം. അത് എന്തിനാന്ന് വെച്ചാൽ ബോഡിയുടെ സെന്റർ ഇതുമ്മ കിട്ടണം. ഞാൻ ഒരു പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഫുള്ളായിട്ട് അടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോ ഞാനൊരു ചൈനീസ് നെക്ക് ഉണ്ടാക്കൽ എങ്ങനെ കാണിച്ചു തരാം. ഇതിന് ബോഡിയിൽ നേരെ അറ്റാച്ച് ചെയ്യണം. അപ്പൊ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു ഐഡിയ പെട്ടെന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഒരു ഇത് കാണിച്ചു തരാം. ഇതാണ് സെന്റർ ടു എൻഡ് ആണ് ഇതിന്റെ അളവ്. അപ്പൊ ഈ അളവ് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ബോഡിയിൽ വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നോക്കണം. ആ ബോഡി ഉദാഹരണത്തിന് ഈ ബോഡി ഇങ്ങനെ നോക്കണം. അപ്പൊ ബോഡി ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ആ കഴുത്തിൻ്റെ ഇത് കെടുക്കണമെങ്കിൽ ഈ കഴുത്ത് ഓവറാണ്. ഇതൊരിക്കലും ഇതുമ്മ മാച്ച് ആവില്ല. ഇത് ഇത്രയാണ് കെടുക്കണമെങ്കിൽ ഈ കഴുത്ത് നെക്ക് കുറവാണ്. അപ്പൊ ഇത് വലിച്ചു നീട്ടാനും പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ എന്ത് പണിയാം, കുറച്ചും കൂടി വെട്ടിയിട്ട് നമുക്ക് എന്ത് പണിയാം, ഇതിനെ ഒപ്പാക്കണം. വേണ്ട, ഇതിനെ ഒപ്പാക്കണം. ഇങ്ങനെ ഒപ്പാക്കണം. എത്രയാണോ വേണ്ടതിന് കറക്റ്റ് ആവണത്. കറക്റ്റ് ആയാലേ ചുളിവില്ലാതെ കൂട്ടാൻ പറ്റുള്ളൂ. കറക്റ്റ് അല്ലെങ്കിൽ ഈ കഴുത്ത് വെട്ടിയൊന്നുകിൽ ഓവർ ആണെങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ ആദ്യം തന്നെ ഇത് അടുക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഇതിന്റെ മെഷർ നോക്കണം. അങ്ങനെയാണെങ്കിൽ നെക്ക് നീളം കൂട്ടി ചെയ്യണം. കൂടിക്കഴിഞ്ഞാൽ നെക്കിന് കൂട്ടി ചെയ്യണം. അതല്ലാതെ വേറെ പിന്നെ ഷോളർ എന്തായാലും പിടിച്ചു കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. വൃത്തിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതല്ല, ഇത് കുറവാണെങ്കിൽ ഇങ്ങനെ വെട്ടി കൊടുത്തിട്ട് കറക്റ്റ് ആക്കാം. അങ്ങനെ ഈ ചൈനീസ് നെക്ക് നിങ്ങൾക്ക് ഇതിന് പിന്നെ ഈ മുകളിൽ ഇപ്പം അടിക്കാൻ പാടില്ല കേട്ടോ. മുകളിൽ ഈ അടി കഴിഞ്ഞതിന് ശേഷം ഇത് മറിച്ച് അടിച്ചിട്ട് ഈ സെന്ററിൽ നിന്ന് ഇങ്ങനെ അടിച്ചു പോകണം. അതായത് ഇത് ബോഡി കൂട്ടിയതിന് ശേഷം സെന്ററിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. സെന്ററിൽ നിന്ന് ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ തുടങ്ങണം. ഇവിടെ തുടങ്ങിയിട്ട് സാധാരണ എല്ലാവരും ചെയ്യൽ എന്താ വെച്ചാൽ ഇതിൻ്റെ അടിച്ചു വെക്കും, പിന്നെ ഇത് കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ അടിച്ചു പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെയാണ് എൻ്റെ വരേണ്ടത്. അപ്പൊ നല്ല വൃത്തിയും. അതല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങാം, ഇവിടെ തുടങ്ങിയാലും ഇവിടെ നിർത്താൻ പറ്റും. അത് നിങ്ങളായിട്ടേക്ക് എങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നെക്കിന്റെ ഒരു ചൈനീസ് നെക്കിന്റെ ഭാഗം. ഓക്കെ, അപ്പോ നമ്മള് കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് കമന്റ് വന്നു. ഒരുപാട് ആളുകൾ മെസ്സേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്ദി അറിയിച്ചിട്ടുണ്ട്, താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ വലിയ ഉപകാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യത്തില് ഞാൻ ഇത് എൻ്റെ അറിവ് ഞാൻ ഷെയർ ചെയ്യാണ്. പിന്നെ നിങ്ങളെ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന്. ഞാനും പ്രയാസത്തിലാണ്, നിങ്ങളും പ്രയാസത്തിലാണ്. ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളതെല്ലാ പ്രയാസം ബുദ്ധിമുട്ടും തീരും, 100% ഉറപ്പാണ്. തീരും എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പാട്ട് കഴിഞ്ഞു. നിങ്ങളെല്ലാ സപ്പോർട്ടിനും വളരെ നന്ദി. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന ഈ സമയം എൻ്റെ സമയം പോകണം, ഞാനത് നിങ്ങൾക്ക് വേണ്ടി തരിക. അതുപോലെ മറ്റുള്ള ഒരുപാട് ആളുകൾ ഇതിൽ കാത്തിരിക്കുന്നുണ്ട്. ആ ആളുകൾക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യ്. ഉപകാരപ്പെട്ട ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു. ഞാൻ എനിക്ക് അറിയുന്ന പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഉപകാരപ്പെടണം. പിന്നെ വേറൊരു ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് നന്നാക്കി ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസും ഇതൊക്കെ ഉണ്ടെങ്കിൽ, നന്നായി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമ്പനിയിലത്തെ വർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. കാരണം നമ്മൾ ഒരുപാട് ആൾക്ക് വർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനി ഫിനിഷിങ് വേണം, ക്വാളിറ്റി വേണം. അങ്ങനെയാണെങ്കിൽ വർക്ക് തരാൻ പറ്റും. ഇങ്ങനെ അതുപോലെ തന്നെ നമ്മൾ നൈറ്റി, പിന്നെ ഈ ടോപ്പിന്റെ ഒക്കെ വെറൈറ്റി ക്ലോത്തുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ച് നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലോത്തുകൾ
നമ്മള് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇടും. അതേമാതിരി നൈറ്റൊക്കെ അടിക്കാൻ ദുബായ് നൈറ്റിന്റെ ക്ലോത്തുകൾ സൈറ്റിലിടും. അപ്പൊ അങ്ങനത്തെ ക്ലോത്ത് നിങ്ങൾക്ക് എടുത്തിട്ട് അതിന്റെ മെറ്റീരിയൽസ് അടക്കം ഞങ്ങൾ അയക്കും. ലേസ്, നൂല് അടക്കം നമ്മൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. അതിനുള്ള എന്നെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ടുകൾ ഞാൻ ചെയ്തുതരാം. അപ്പൊ ആ പ്രൊഡക്റ്റുകൾ, കാര്യങ്ങള്, അങ്ങനത്തെ നൈറ്റി പീസുകള്, ലൈസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അടക്കം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൊന്ന് കമന്റ് ചെയ്താൽ മതി, അന്വേഷിച്ചാൽ മതി. ആ നമ്മളെ കമ്പനി നമ്പറിൽ അന്വേഷിച്ചാൽ മതി. ഓക്കെ.